ഹായ് GS വ്ലോഗ് പാറശാല ഒരു വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേളാങ്കണ്ണി ട്രിപ്പായിരുന്നു. മോൻ്റെ മുട്ടയടിക്കലിന് വേണ്ടി പോയതാണ് നേർച്ചയായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോഴാണ് ഒരു വാർത്തയെക്കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിക്കൊണ്ടിരുന്ന കാറ് കത്തുന്നത് ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഗർഭിണിയായ ഭാര്യ മരിച്ചു. 6 മാസം ഗർഭിണിയാണ് ഭാര്യയായ. അപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഭർത്താവ് 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് വിവരങ്ങളെന്ന് ഒന്നും കൂടെ നമുക്ക് വിശദമായിട്ട് കേൾക്കാം. അപ്പോൾ സോനയ്ക്ക് ഭർത്താവിന് ഓൾറെഡി സംശയമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു കൂട്ടുകാരിയായിട്ട് സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വഴക്കായിരുന്നു. കല്യാണത്തിന് മുന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. സോന സ്നേഹിച്ചതാണ് പുള്ളിക്കാരനെ. അങ്ങനെ പുള്ളിക്കാരൻ നിർബന്ധിച്ച് കല്യാണം വേറെ റെഡിയായപ്പോൾ പുള്ളിക്കാരിയെ വേണ്ട എന്ന് തീരുമാനിക്കുകയും ഒടുക്കം പുള്ളിക്കാരിയുടെ നിർബന്ധത്തിനാണ് പുള്ളിക്കാരിയെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. അതേ തുടർന്ന് ചൊല്ലി വഴക്കുകൾ കുറേച്ചായിട്ട് അവർ ഫാമിലി ഇഷ്യൂസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് സോനയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് സോനത്തെ ഗർഭത്തെ ചൊല്ലിയും വഴക്കുകൾ നടക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞല്ല എന്നാണ് റിജിൻ രാജ് പറഞ്ഞതായിട്ട് സോനയുടെ ഒരു കുഞ്ഞമ്മയുടെ മോളോട് പറഞ്ഞ് കരഞ്ഞതായിട്ട് ആ കുഞ്ഞമ്മയുടെ മോള് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അവളുടെ മനസ്സാകെ മൊത്തം കൺഫ്യൂഷനായിരിക്കുമായിരുന്നു. അപ്പം സോന വിചാരിച്ചു എങ്ങനെയെങ്കിലും ഭർത്താവിനെ സംസാരിച്ച് പറക്കിയെടുത്ത് അവളോട് അടുപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇവൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി കൊണ്ടുവന്ന് എന്തായാലും മറ്റൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് സോനയ്ക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ഒന്നെങ്കിൽ പുള്ളിക്കാരനും അവളും ഒരുമിച്ച് മരിക്കണമെന്നായിരിക്കും പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ ചെറിയൊരു ഭീഷണിപ്പെടുത്തുക എന്നതായിരിക്കും മനസ്സിലുണ്ടാവുക എന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം 2 രീതിയിൽ വെച്ച് നോക്കുമ്പോഴും അതിൽ ചാൻസ് കൂടുതലാണ്. ഒന്നെങ്കിൽ സോന ഭർത്താവിനെ ഒരു ഭീഷണിപ്പെടുത്തി നിർത്താം എന്ന് വിചാരിച്ചു, അതല്ലെങ്കിൽ 2 പേരും ഒരുമിച്ച് മരിക്കണം എന്നായിരിക്കാം സോന തീരുമാനിച്ചത്. പുള്ളിക്കാരനെ സംശയിച്ചുകൊണ്ടാണ് പലരും വരുന്നത്, പുള്ളിക്കാരനായിരിക്കും ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോന പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ വാങ്ങുന്ന ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് സോനയെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു സോനയുടെ ലക്ഷ്യം, മരിക്കുക എന്നുള്ളതല്ല. അബദ്ധം പറ്റിയതായിരിക്കും, പുള്ളിക്കാരി വിചാരിച്ച് കാണത്തില്ല ഇത്രയും പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ഇത് ആളിക്കത്തുമെന്ന് പുള്ളിക്കാരി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സോന തന്നെയാണ് പെട്രോൾ വാങ്ങിയത്. വെള്ള കന്നാസ് കൊണ്ടുകൊടുത്ത് അതിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ശരി തന്നെയാണ്. പുള്ളിക്കാരി ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല കേട്ടോ, മരിക്കണം എന്നുള്ള തീരുമാനത്തോടെ ചെയ്തതായിരിക്കില്ല, ഭീഷണി തന്നെയായിരിക്കും. എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, ഇനി നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. അതുവരെ ബൈ. ചാനൽ സബ് ചെയ്യുക, താരങ്ങളുണ്ടെങ്കിൽ വേഗം സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ബൈ.